ഇപ്പോൾ BJP നേതാവ് സി കൃഷ്ണകുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കൃഷ്ണകുമാർ, ഈ ഘട്ടത്തിൽ ഇത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാകുന്ന ഒന്നല്ലേ? ഇത് സംസ്ഥാന സർക്കാരിന്റെ, സംസ്ഥാന പോലീസിന്റെ പരിപൂർണമായിട്ടുള്ള പരാജയമല്ലേ? ഒരു ഇത്രയും പ്രമുഖനായിട്ടുള്ള ഒരാള് കഴിഞ്ഞ 10 ദിവസക്കാലമായിട്ട് ഒളിവിൽ കഴിയുന്ന സമയത്ത് അതിനെ അറസ്റ്റ് ചെയ്യാൻ പോലും കഴിയാത്ത പോലീസായിട്ട് കേരളത്തിന്റെ പോലീസ് മാറിയിരിക്കുക. ഇതില് ഞങ്ങൾ നേരത്തെ ആരോപിച്ചല്ലോ, ഒരു ഒത്തുകളിയുടെ ഭാഗമായിട്ടാണോ എന്നും ഞങ്ങൾ സംശയിക്കുക. മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു. മുഖ്യമന്ത്രിക്ക് പരാതി ലഭിക്കുന്ന സമയത്ത് പാലക്കാട് ക്യാമ്പയിനിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്തുകൊണ്ട് സംസ്ഥാന പോലീസിന് മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു? കഴിഞ്ഞ 10 ദിവസമായിട്ടും അറസ്റ്റ് ചെയ്യാതെ എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും നിയമത്തിന്, കോടതിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു ഓർഡർ ലഭിക്കാനായിട്ടുള്ള അവസരം ഒരുക്കി കൊടുത്തത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ്. അതായത് താങ്കളുടെ ഒത്തുകളി എന്ന് പറയുമ്പോൾ ഈ പരാതിക്ക് പിന്നിൽ ചില രാഷ്ട്രീയ ശക്തികൾ ഉണ്ട് എന്ന് കൂടി ആക്ഷേപമുണ്ട് രാഹുലിന്റെ അഭിഭാഷകന്. എന്ത് രാഷ്ട്രീയ കളിയാ ഇതിലുള്ളത്? 4 മാസം മുമ്പ് തന്നെ ഇത് സംബന്ധിച്ചിട്ട് പരാതി യുവതി കൊടുക്കുന്നു. ഒരാളല്ലല്ലോ, ഇപ്പൊ രണ്ടാമത്തെ. അല്ല, 4 മാസം മുമ്പ് കോടതിക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് നൽകിയില്ലല്ലോ, അല്ലെങ്കിൽ അന്നൊരു അന്വേഷണ സംഘം ഉണ്ടായിരുന്നു, ആ സംഘത്തിന് നൽകിയില്ലല്ലോ പരാതി. അല്ല, ഇത് ഒരു യുവതി അല്ലല്ലോ. ഏതെങ്കിലും ഗൂഢാലോചനയുടെ ഭാഗമാണെങ്കിൽ നിരനിരയായിട്ടാണല്ലോ വരുന്നത്. വെളിപ്പെടുത്തലുകൾ ഓരോ ദിവസവും വന്നിരുന്നല്ലോ. പലരും ഇനിയും പരാതികൾ കൊടുക്കാൻ മടിക്കുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യം വരുന്നതുകൊണ്ടാണ്. ഈ 15-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഒരു ഓർഡർ ലഭിക്കുന്നതോടുകൂടി ഇരകളെ ഭീഷണിപ്പെടുത്താനും ഈ തെളിവുകൾ നശിപ്പിക്കാനും എല്ലാവിധ മറ്റ് രക്ഷപ്പെടാനുള്ള എല്ലാവിധത്തിലുള്ള പഴുതുകൾ ഉണ്ടാക്കാനുള്ള സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുകയാണ്. ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ഒരു വ്യക്തിയെ പോലെയാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം. കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുവല്ലോ, ഒളിവിൽ കഴിയുന്നതിനെ സംബന്ധിച്ച്, അദ്ദേഹത്തിന് ലഭിക്കുന്ന സഹായങ്ങളെ സംബന്ധിച്ച്. കോൺഗ്രസ് നേതൃത്വം ഔദ്യോഗികമായിട്ട് പുറത്താക്കിയെന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാവിധ സഹായവും രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പൊ നൽകി വരുന്നുണ്ട്. KSU പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പോസ്റ്റുകള് പറിച്ചെടുക്കുന്നു. പാർട്ടിയിൽ നിന്ന് ഒരു പുറത്താക്കിയ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം വ്യക്തമാണല്ലോ, കോൺഗ്രസ് പാർട്ടിയിലെ വലിയൊരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നു. അവര് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്തരത്തിലുള്ള ഓർഡർ ലഭിക്കുന്നതോടുകൂടി തെളിവ് നശിപ്പിക്കാനും ഇരകളെ ഭീഷണിപ്പെടുത്താനും അവർക്ക് എതിരായിട്ട് നിൽക്കുന്ന ആളുകളെ സ്വാധീനിക്കാനുമുള്ള എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും നടത്തും. ഈ ഒത്തുകളിച്ചു എന്ന് പറയുമ്പോൾ അത് എന്തിനു വേണ്ടിയാണ് എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? കേരളത്തിലെ പല കേസുകളിലും നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടതാണല്ലോ. ആദ്യത്തെ ആവേശം പിന്നീട് കാണിക്കാറില്ല രണ്ട് മുന്നണികളും. അവരെ സംബന്ധിച്ചോളം ഭാഗത്തും ഇത്തരത്തിലുള്ള ആളുകളുണ്ട്. അപ്പൊ ഇത്തരം കേസുകൾ കോംപ്രമൈസ് ചെയ്തു പോകാനായിട്ടുള്ള ഒരു വിലപേശാനുള്ള ഒരു കേസ് മാത്രമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ കേസിനെ മാറ്റുമെന്നുള്ളത് ഞങ്ങൾ സംശയിക്കുന്നു. ശരി, ഒരു കാര്യം കൂടി, അതായത് ഈ BJPയുടെ ചില നേതാക്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇനിയും ചില തെളിവുകളും വിവരങ്ങളും ഒക്കെ ഉണ്ട് ഷാഫി അടക്കമുള്ളവർക്ക് നേരെ, അത് പുറത്തുവിടാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അത്തരം സാധ്യതകൾ താങ്കൾ കാണുന്നുണ്ടോ? ഞങ്ങൾ മാത്രമല്ലല്ലോ, CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി പറഞ്ഞല്ലോ ഒരുപാട് തെളിവുകള് BJPയുടെ പക്കലുണ്ടോ? സമയം വരുന്ന സമയത്ത് ഞങ്ങൾ പുറത്തുവിടും. ഞങ്ങള് പറഞ്ഞ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞല്ലോ, 15ഓളം ആളുകളാണ് ഇതില് ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്. പോക്സോ കേസ് ഉൾപ്പെടെയുള്ളത് ചാർജ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. സമയം വരുന്ന സമയത്ത് അത്തരം കാര്യങ്ങൾ പുറത്തു വരും. ഇപ്പൊ രണ്ടാമത്തെ ഇരയും സംബന്ധിച്ചുള്ള പരാതിയും ലഭിച്ചല്ലോ. ഇനിയും നിരനിരയായിട്ട് ഇയാൾക്കെതിരായിട്ടുള്ള പരാതികൾ പുറത്തു വരും. നന്ദി ശ്രീ കൃഷ്ണകുമാർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ VK സനോജ് ടെലിഫോൺ ലൈനിലുണ്ട്, DYFI നേതാവ്. ശ്രീ VK സനോജ്, ഈ ഘട്ടത്തിൽ ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസമെന്ന് വിലയിരുത്തേണ്ടതായി വരികയല്ലേ? അങ്ങനെയല്ല. ഇതിപ്പോ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കേസ് മാത്രമല്ലല്ലോ, കേസിന്റെ ഒരു വലിയ നിര തന്നെ കിടക്കുകയല്ലേ. അപ്പൊ ഒരു കേസിൽ ഹൈക്കോടതിയിൽ പോയി തൽക്കാലത്തേക്ക് അറസ്റ്റ് തടയുന്ന ഒരു വിധി വാങ്ങിയിട്ടുണ്ട്. അത് അന്തിമ വിധിയൊന്നുമല്ല. മാത്രമല്ല, ഈ കേസ് ഒന്നാമത്തെ കേസിൽ പെട്ട് ഒളിവിൽ പോയ ഘട്ടത്തിൽ തന്നെ വേറൊരു അതിജീവിത രംഗത്ത് വരികയും അവര് നേരിട്ട കൊടിയ പീഡനം സംബന്ധിച്ച് അവര് AICCക്കും
ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളോടെല്ലാം ആ കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അപ്പൊ അതിന്മേൽ മൊഴിയെടുക്കലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇനി നടക്കാനിരിക്കുകയാണ്. ഏതായാലും അതിന്മേലും കേസെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ കേസിൽ തൽക്കാലത്തേക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി വാങ്ങിയത് കൊണ്ടൊന്നും രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് ഈ ആ നിലയിൽ അതിനെ അയാൾ രക്ഷപ്പെട്ടു എന്ന നിലയിലേക്ക് കാണേണ്ടതില്ല. അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന തന്നെ ഉണ്ടാവും. അതായത് തീർച്ചയായും അത് നിയമപരമായി ഇതിപ്പോൾ സാങ്കേതികമായ വശങ്ങളിൽ നിന്നുകൊണ്ട് അറസ്റ്റ് തടയുന്നു എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? അതെ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു കേസിന് പിന്നാലെ നിരവധി കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ പിന്നീട് ഉയർന്നു വന്ന പരാതികൾ സംബന്ധിച്ച് പോലീസ് അതിന്റെ തെളിവെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലിപ്പോ ആദ്യത്തെ അതിജീവിതയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുൻകൂർ ജാമ്യത്തിന് കൊടുക്കുന്നു. അത് സെഷൻസ് കോടതി തള്ളുന്നു. പിന്നീട് അറസ്റ്റ് തടയാൻ ആവശ്യമായിട്ടുള്ള ഒരു വിധി ഇപ്പോൾ സമ്പാദിച്ചിട്ടുണ്ട്. അതൊന്നും അന്തിമ വിധിയല്ലല്ലോ. സ്വാഭാവികമായിട്ടും അടുത്ത കേസ് ഇവിടെ ശ്രീ വി കെ സനോജ്, നേരത്തെ BJP പ്രതിനിധി ശ്രീകൃഷ്ണകുമാറിന്റെ പ്രതികരണം എന്നത് സർക്കാർ ഒളിച്ചുകളി നടത്തുകയായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇത്രയും ദിവസം 10 ദിവസത്തെ സമയം ലഭിച്ചിട്ടും ഇങ്ങനെ ഒരാളെ പിടികൂടാൻ നമ്മുടെ പോലീസ് സംവിധാനത്തിന് സാധിച്ചില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അവസരമൊരുക്കി കൊടുത്തു എന്നുള്ളതാണ് ആക്ഷേപം. ഇല്ല, അതൊക്കെ BJPയുടെ രാഷ്ട്രീയ ആരോപണമല്ലേ. അതിനൊക്കെ അർഹിക്കുന്ന ഗൗരവത്തിൽ എടുക്കേണ്ട, അറിഞ്ഞോടെ തള്ളിക്കളയാന്നല്ലാതെ. അതായത് ഈ വിഷയത്തിനകത്ത് നമ്മുടെ പോലീസും ഗവൺമെന്റും എടുത്ത സമീപനം കൃത്യമായിട്ടും ആളുകൾക്ക് അറിയാവുന്നതാണ്. രാഹുലിനെ അറസ്റ്റ് ചെയ്യാത്തതല്ലോ. രാഹുലിന് വേണ്ടിയിട്ട് അയാൾ MLA ആണ്. അതുമായി ബന്ധപ്പെട്ട് അയാൾക്ക് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് അവർക്ക് കൊടുക്കുന്ന സംരക്ഷണം ചെറുതല്ല. അപ്പൊ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തന്നെ രാഹുലിനെ തള്ളിപ്പറയാതെ സംരക്ഷിച്ച അനുഭവമല്ലേ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അതുകൊണ്ട് രാഹുലിനെ ഷാഫി പറമ്പിലും ഈ സംഘവും കൂടി സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് 10 ദിവസമായി എന്നതുകൊണ്ട് ഇനി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും ഇല്ലല്ലോ. സ്വാഭാവികമായിട്ടും അറസ്റ്റിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. ഈ രാഹുലിനെ പോലത്തെ ഒരാളെ സംരക്ഷിക്കാൻ കേരളത്തിലെ പോലീസോ ഗവൺമെന്റോ തയ്യാറാവും, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? BJP ഇതിനിടയിൽ CPM-നെതിരായിട്ടൊരു രാഷ്ട്രീയമായ ആരോപണം ഉന്നയിക്കുക, അതൊന്നും ആ ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യമില്ല. ശരി, വളരെ നന്ദി ശ്രീ സനോജ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. വളരെ നിർണായകമായ ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ ഘട്ടത്തിൽ വരുമ്പോൾ അത് താൽക്കാലികമായി രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ ആശ്വാസമേകുന്ന ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് സെഷൻസ് കോടതി അറസ്റ്റ് തടയാൻ തയ്യാറാകാതിരുന്ന പശ്ചാത്തലം, മുൻകൂർ ജാമ്യാപേക്ഷ അടക്കം തള്ളിയ പശ്ചാത്തലം. ഇവിടെ ഇതാ കോടതി അടുത്ത തവണ കേസ് പരിഗണിക്കുന്നത് 15-ാം തീയതിയാണ്. ആ 15-ാം തീയതി കേസ് പരിഗണിക്കുന്നത് വരെ അറസ്റ്റ് തടയുന്നൊരു സാഹചര്യമുണ്ടാകുന്നു. കേസ് ഡയറി ഹാജരാക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ നമുക്കറിയാം ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത് അതിജീവിതയുടെ പരാതിയിന്മേൽ ആണ്. പക്ഷേ അതിജീവിതയുടെ പരാതിക്ക് പുറമെ മറ്റൊരു പരാതി KPCCയുടെ ഭാഗത്തു നിന്നുണ്ട്. അത് KPCCക്ക് 23 നൽകിയ പരാതി അത് ഫോർവേഡ് ചെയ്ത ഒരു പശ്ചാത്തലമാണ് ഉള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലും കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഗൗരവമേറിയ വകുപ്പുകൾ ചുമത്തപ്പെടുന്നു. ആ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടും, അതായത് അറസ്റ്റിനുള്ള വകുപ്പുകൾ അടക്കം ചുമത്തിക്കൊണ്ടായിരിക്കും. പക്ഷേ കോടതിയുടെ ഭാഗത്ത് നിന്ന് 15-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ സമാന സ്വഭാവമുള്ള മറ്റ് കേസുകളിലും അറസ്റ്റ് നടപടികളുമായി പോലീസ് സംവിധാനം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. കാരണം അത് കോടതിയുടെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കും. കോടതി നിർദ്ദേശം ഉള്ളപ്പോഴും മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്താൽ അത് വിമർശനങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് പോകേണ്ടതുണ്ടോ, അതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാകുമോ എന്നതിലൊക്കെ ഇനിയും നമുക്ക് വ്യക്തത കൈവരേണ്ടതുണ്ട്. നവമി, നിലവിൽ കോടതിക്ക്